വെൽക്കം ടു ഗുഡ് ഫെസറ്റ്സ് ഓഫ് ലൈഫ്. ഞാൻ ജിതേഷാണ്. എന്താ ഇന്ത്യൻ ടീമിന് പറ്റിയ 3 സീരീസിൽ 2 വൈറ്റ് വാഷ്? അത് തോൽക്കുന്നതാണെങ്കിൽ പോട്ടെ, ഇത് ഒരു ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു വൈറ്റ് വാഷ് ഒക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. ഇപ്പം 1-0 അല്ലെങ്കിൽ 2-1 അങ്ങനെയാണെങ്കിൽ പിന്നെങ്കിലുണ്ട്. അതും ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ജയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗംഭീറിനെ മാറ്റണം എന്നൊക്കെ. പക്ഷേ ഗംഭീർ നമുക്ക് കൊണ്ട് തന്ന കപ്പ്, ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ചാമ്പ്യൻസ് ട്രോഫി, പിന്നെ ഏഷ്യ കപ്പ്, അതൊന്നും നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒപ്പീനിയനിൽ ഗംഭീർ മാറിയേ പറ്റൂ. കാരണം 3-0 ആണ് ന്യൂസിലാൻഡിനോണ്ട്, അതുകൂടാതെ സൗത്ത് ആഫ്രിക്കയിൽ 2-0. ഇംഗ്ലണ്ടിൽ നമ്മൾ പിടിച്ചു നിന്ന് വെസ്റ്റ് ഇൻഡീസിൽ നമ്മൾ ജയിച്ചു. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ആ ജയം വലിയ ഇതായി തോന്നുന്നില്ല. അത് ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു പക്ഷേ ഈ ഒരു ടീം വെസ്റ്റ് ഇൻഡീസിൽ പോയി കളിക്കുകയാണെങ്കിൽ തീരുമാനമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, എന്നാലും നമ്മൾ മാറി ചിന്തിക്കണം. എൻ്റെ ഒപ്പീനിയനിൽ VVS ലക്ഷ്മൺ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ്, അല്ലെങ്കിൽ ഇവ രണ്ടുപേരും, അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന രവി ശാസ്ത്രി. ഇപ്പോൾ 2020-ലും 50 ഓവേഴ്സ് വൺ ഡേ മാച്ചിലും ഗംഭീറും, ടെസ്റ്റിൽ ലക്ഷ്മണോ ദ്രാവിഡോ അല്ലെങ്കിൽ രവി ശാസ്ത്രി, ഈ 3 പേര് ഒരാൾ എടുക്കാനാവും നന്നാവുക. പിന്നെ നമ്മൾ അഗാക്കർ എന്തിനാണാവോ ആ പൊസിഷനിൽ? ഇതിപ്പോൾ ഇന്ത്യ തോറ്റോട് പറയില്ല കേട്ടോ. ആ മനുഷ്യൻ 6 കളിയിൽ കണ്ടിന്യൂസ് ഡെക്കായ മനുഷ്യനാണ്. എപ്പോഴെങ്കിലും കളിച്ച് വന്ന് പോകുന്നതല്ല. ആ ചങ്ങായിനൊക്കെ ആ പൊസിഷനിൽ വെച്ചത് എനിക്ക് ആ സമയത്തും ഈ സമയത്തും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അഗാക്കറിന് പകരം കപിൽ ദേവ് വേണം അവിടെ, അല്ലെങ്കിൽ രവി ശാസ്ത്രി. മാറ്റങ്ങൾ വേണം. ഇനിയിപ്പം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ മുന്നോട്ട് പോകണമെങ്കിൽ മാറിയേ പറ്റൂ. പിന്നെ കരുൺ നായറിനെ തിരിച്ചു കൊണ്ടുവരണം. ആ ചങ്ങായിൻ്റെ കാലിബർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 3 സെഞ്ചുറി അടിച്ച മനുഷ്യനാണ്. അതുകൂടാതെ ഈ അടുത്തിപ്പം കേരളത്തിനെ തോൽപ്പിച്ചല്ലോ വിദർഭയ്ക്ക് വേണ്ടിയിട്ട്. 3 സെഞ്ചുറി അടിച്ചത് മാത്രമല്ല, ആ കക്ഷിക്കൊന്നും അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ സഞ്ജു സാംസൺ എന്നൊക്കെ പറയും. എന്നാലും സഞ്ജു സാംസൺ 2020 കാട്ടിയും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് ഫൈനലിൽ കക്ഷി സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് നമ്മൾ കപ്പ് അടിച്ചത്. അതിനുശേഷം ഒരു സീരീസ്, ഒരു കളി പോലും കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പ്യുവർ നോർത്ത് ഇന്ത്യൻ ലോബിയാണ്. അത് വളരെ മോശം. അതിനുശേഷം 2020 കക്ഷി വന്നിട്ട് 3 സെഞ്ചുറി അടിച്ച്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സഞ്ജു സാംസൺ അല്ലല്ലോ നമ്മുടെ ടോപ്പിക്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലി എൻ്റെ ഫ്രാങ്കായി പറയാണ്, ഗംഭീർ മാറണം. ഗംഭീർ പകരം ലക്ഷ്മണോ ദ്രാവിഡോ രവി ശാസ്ത്രി വരണം. അതുപോലെ ബോർഡിൽ നിന്നും അഗാക്കറും മാറിയേ പറ്റും. ഈ ഓൾറൗണ്ടേഴ്സിനെ കൊണ്ടിട്ട് 2020 കളിക്കുന്ന ചങ്ങായിമാരെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് സീരീസ് എവിടെ ജയിക്കാനാണ്?